ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ 2026 ജനുവരിയിലും 2025 ഡിസംബർ ലാസ്റ്റിലും നടന്നിട്ടുള്ള എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. ഓപ്ഷൻ ഡി സീൻ നദി. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി സീൻ നദി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ബഞ്ചാര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തവരെയാണ് മഹാരാഷ്ട്ര. ബഞ്ചാര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? മാർച്ച് 4. ലോക പൊണ്ണത്തടി ദിനം എന്നാണ്? മാർച്ച് 4. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെടുത്തത് ടാൻസാനിയയിൽ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെടുത്തിയത് എവിടെയാണ്? ടാൻസാനിയ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? NVS-02. ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയതാണ് NVS-02. 2024 രസത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. 2024 രസത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് തന്നെയാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴായിരുന്നു? നവംബർ 23, 2025. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? നവംബർ 23, 2025. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിൽ നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ്? ജമീമ റോഡ്രിഗസ്. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചപ്പോഴാണ്? 2025 നവംബർ 1. ഓപ്ഷൻ എ. ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ആദ്യത്തേത്. ഇപ്പോഴത്തെ ആരാണ്? ജസ്റ്റിസ് അജയ് മണിക്-റാവു ഖാൻവിൽക്കർ. ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷും ഇപ്പോഴത്തേത് മണിക്-റാവു ഖാൻവിൽക്കറുമാണ്. താഴെ പറയുന്നതിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ ഗായകനും കൂടിയാണ്. ആരാണത്? പുഷ്പവതി പൊയ്പാടത്ത്. താഴെ പറയുന്നതിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനുമാരാണ് ആയ വ്യക്തിയാണ് അദ്ദേഹം. ആരാണ്? പുഷ്പവതി പൊയ്പാടത്ത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് ഗവേഷണമാണ് നടക്കുന്നത്? അരിയുടെ ഗവേഷണമാണ് നടക്കുന്നത്. ഓപ്ഷൻ എ. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? 12ൻ്റെ ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി. ശ്രീമതി ബാർബറ ബൂട്ടിൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ബാധകമാകുന്നത്? 13ൻ്റെ ആൻസർ വരുന്നത് സാമ്പത്തിക ആസൂത്രണം. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എങ്ങനെയാണ്? 0%, 5%, 12%, 18% ആൻഡ് 28%. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? 70ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. IP-യും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. IP-യും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ഗൂഗിൾ. ഓപ്ഷൻ ബി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഗൂഗിൾ. ഇന്ത്യൻ MMA കായിക താരം പൂജ തോമർ എന്നറിയപ്പെടുന്ന വ്യക്തി? ദിസൈക്ലോൺ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേര് ഏതാണ്? ദിസൈക്ലോൺ. ദിസൈക്ലോൺ പൂജ തോമർ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 59ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. രണ്ടും ശരിയാണെന്നുള്ളതാണ് വരുന്നത്.
കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്തിന് സമീപം പരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് എൻ പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. 1ഉം 2ഉം ശരിയാണെന്നുള്ളത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു വിടവുകൾ പൂരിപ്പിക്കുകയായിരുന്നു. സ്പെയ്ഡെക്സ് എന്ത് പേരിലായിരുന്നു? സ്പെയ്ഡെക്സ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. സ്പെയ്ഡെക്സ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൻ്റെ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. അതായിരുന്നു സ്പെയ്ഡെക്സിലായിരുന്നു. 28 താഴെ പറഞ്ഞതിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായതാണ്? എറണാകുളം. ഓപ്ഷൻ ബി. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചെരുവിൽ. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാക്കു. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാക്കു. ഇത് ഡിസംബർ 29 നടന്ന എക്സാമിൻ്റെതാണ്. 2025 ഡിസംബർ 29 ഇന്ത്യയിൽ ആദ്യമായി CPOD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറഞ്ഞ പൊതുജനാരോഗ്യ പരിപാടികൾ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ല. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? നെഗ്ലീരിയ ഫൗലേറി. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓപ്ഷൻ ബി ആണ്. 44ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവൻ്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ച് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയത്? ഇന്തോനേഷ്യ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടതിന് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? 25ൻ്റെ ആൻസർ വരുന്നത് ഏതാണ് വരുന്നത്? മലേറിയ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിൻ്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗമാണ് മലേറിയ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനമാണ് കില. 12ാമത്തെ ക്വസ്റ്റ്യൻ. ചരിത്രത്തിൽ ആദ്യമായി 2025 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ മികച്ച 100 രാജ്യങ്ങളിൽ ഇന്ത്യ 99ാം റാങ്കിൽ ഇടം നേടി. ഇന്ത്യയുടെ വികസനത്തെ മികച്ച 100 സ്ഥാനങ്ങളിലേക്ക് നയിച്ചതിന് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? 12. 12ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ആരോഗ്യം, ശുദ്ധമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. ചരിത്രത്തിൽ ആദ്യമായി 2025 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ മികച്ച 100 രാജ്യങ്ങളിൽ ഇന്ത്യ 99ാം റാങ്കിൽ ഇടം നേടി. സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരുന്നത് ആരോഗ്യം, ശുദ്ധമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാളം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചിനാബ് നദിയിൽ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റ്? ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. മൂന്നിൻ്റെത് ആൻസർ സി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. എൻജിൻസ് ഓഫ് ചേഞ്ച് ദി റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്? 4ൻ്റെ ആൻസർ വരുന്നത് ഇയാൻ ജെ കെർ. എൻജിൻസ് ഓഫ് ചേഞ്ച് ദി റെയിൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ. എൻജിൻസ് ഓഫ് ചേഞ്ച് ദി റെയിൽ റോഡ്സ്
ദാറ്റ് മെയ്ഡ് ഇന്ത്യ ആരുടെയാണ്? ഇയാൻ ജെ കെർ. ഇത് 31-ാം തീയതി നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്തത് 31 ഡിസംബർ, 29 ഡിസംബർ, അതുപോലെ തന്നെ 17-ാം തീയതി നടന്ന 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജനുവരിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. കേരളത്തിലെ ആസൂത്രണ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ്? 17ൻ്റെ ആൻസർ സി ആണ്. പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംയോജിത MIS ആണ്. എന്താണ്? പ്ലാൻ സ്പേസ് പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ളൊരു സംയോജിത MIS. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ്? അശോകൻ ചെരുവിൽ. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാക്കു. താഴെ പറയുന്നതിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല? എറണാകുളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഏത് മുൻനിര സാമൂഹിക വികസന പദ്ധതിയാണ് കേരളത്തിൽ പരിവർത്തനത്തിൻ്റെ ഉത്തേജകമായി എടുത്തു കാണിക്കുന്നത്? അതിരുകടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി EPEP. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിരുകടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി EPEP. ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത്? 19 ബി ആണ്. കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? ആരാണ്? പുഷ്പവതി പൊയ്പ്പാടത്ത്. 2024 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ പ്രമേയം എന്താണ്? IPയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും നവീകരണവും സർഗാത്മകതയും ഉപയോഗിച്ച് നമ്മുടെ പൊതുഭാവി കെട്ടിപ്പടുക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഗൂഗിൾ. ഇന്ത്യൻ MMA മിക്സഡ് മാർഷൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്നത്? സൈക്ലോൺ. കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന 1-2 ശരിയാണെന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന് വിശേഷണമുള്ളത് ഡോൾഫിൻ ക്ലബ്ബാണ്. തിരുവനന്തപുരത്ത് സമീപം പരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് N പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്തേക്ക് ഡോക്ക് ചെയ്തു. ഏത് പേരിലുള്ളതായിരുന്നു? സ്പെയ്ഡെക്സ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിലെ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.